നാട്ടിലുള്ള പുറം നാട്ടിലുള്ള ആയിരക്കണക്കായ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തെ ജനകീയ വിചാരണ ചെയ്യാൻ മാത്രം അവർ യോഗ്യത നേടിയിരിക്കുന്നു എന്ന കാര്യവും കൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഒറ്റ ചോദ്യം കൂടി ചോദിക്കാം. ബിസ്മില്ലാഹ്. അസ്സലാമു അലൈക്കും. മുജാഹിദിന്റെ പള്ളിയിൽ പോയി നമ്മൾ മഅ്മൂമായിട്ട് നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതേമാതിരി നമ്മളെ ഇടയിൽ മുജാഹിദുകളുണ്ട്, നമ്മുടെ മാലിൽ മുജാഹിദുകളുണ്ട്. അപ്പോൾ അവർക്ക് സലാം പറഞ്ഞാൽ ആ സലാം അടക്കാനോ പാടുണ്ടോ? നമ്മൾക്ക് സലാം പറയാമോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ അതിന് പറയുന്നത് ഞങ്ങൾ മുസ്ലിം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല ചോദ്യം. അതൊക്കെ നേരത്തെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതൊക്കെ അവസാനം ചോദിക്കേണ്ടതല്ല. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഇമാം ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ അവരുടെ കിതാബ് എന്റെ കയ്യിലുണ്ട്, വിശദീകരിക്കുന്നില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് തെറിച്ചു പോയിട്ടുള്ളവർ സുന്നി അല്ലാത്തവരോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അത് നമ്മുടെ അയിമ്മത്തുകൾ എല്ലാ ഇമാമുമാരും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയോ? അവരോട് സലാം പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇമാം ഷെയ്ഖ് ജീലാനിയുടെ അൽ ഉൻയ ത്വാലിബി ത്വരീഖുൽ ഹഖ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ഇതിന്റെ 165-ാമത്തെ പേജിൽ പറയുന്നു, ഫഅലൽ മുഅ്മിനി, ഞാൻ അവസാനിപ്പിക്കാൻ, ഫഅലൽ മുഅ്മിനി, ഈമാനുള്ള മനുഷ്യന് നിർബന്ധമാണ്. ഈമാനുണ്ടോ അവനക്ക് നിർബന്ധമാണ്. എന്ത്? ഇമാം ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ പറയുന്നു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, ഈമാനുള്ളവർ സ്വീകരിക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റലാകുന്നു, മുജാഹിദിനെ പിൻപറ്റലല്ല വേണ്ടത്. ഈമാനുണ്ടോ അവർ സ്വീകരിക്കേണ്ടത്, ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്നു, സുന്നത്ത് ജമാഅത്തിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വല്ലാ യുകാഫിറ അഹ്ലൽ ബിദ്അ വലാ യുദാനിയഹും, ബിദ്അത്തുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പാടില്ല, അവരോട് അടുത്ത് കൂടാൻ പാടില്ല. വലാ യുസല്ലിമ അലൈഹിം, അവരുടെ മേലിൽ സലാം പറയാൻ പാടില്ല. ദീനിന്റെ നിയമം ഇങ്ങനെയാണ്, കണ്ടോ? എന്നിട്ട് പറഞ്ഞു, വലാ യുജാലിസഹും വലാ യഖ്റുബ മിൻഹും, അവരെ കൂടെ ഇരിക്കരുത്, അവരോട് അടുക്കരുത്. വലാ യുഹന്നിയഹും ഫിൽ അഅയാദി വഅഖാത്തി സുറൂർ, സന്തോഷവേളകൾ, പെരുന്നാളുകൾ, അതിലൊന്നും അവർക്ക് ആശംസകൾ നേരാൻ പാടില്ല. വലാ യുസല്ല അലൈഹിം ഇദാ മാതു, അവർ മരിച്ചു കഴിഞ്ഞാൽ, ബിദ്അത്തുകാർ മരിച്ചാൽ അവരുടെ പേരിൽ സുന്നികൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ബിദ്അത്തുകാർ മരിച്ചാൽ അവരുടെ ആളുകൾ നിസ്കരിച്ചോട്ടെ, സുന്നികളായ നമ്മൾ നിസ്കരിക്കേണ്ടതില്ല. ഒരു നാട്ടിൽ സുന്നികൾ ഒരു നാട്ടിൽ ഒരു ബിദ്അത്തുകാരൻ മരിച്ചപ്പോൾ ഒറ്റ ബിദ്അത്തുകാരനും ഇല്ല, അവൻ മാത്രമേ നാട്ടിലുള്ളൂ. എന്നാൽ എന്താ ചെയ്യേണ്ടത്? എന്നാലും അവരോട് സജറിന് വേണ്ടി ഫർള് കിഫായ വീടുന്ന വിധത്തിൽ ഒരു കുട്ടി നിസ്കരിച്ചാലും ഫർള് കിഫായ വീടും. അങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ സമീപനം. സഹോദരങ്ങളെ, അങ്ങനെ അവരോട് സലാം പറയാൻ പാടില്ല. വലാ യുസല്ല അലൈഹിം, അവരുടെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല. ഇദാ മാതു, അവർ മരിച്ചു കഴിഞ്ഞാൽ. ഇതാരാ പറയുന്നത്? നമ്മുടെ ഖുതുബുൽ അഖ്താബായ ഷെയ്ഖ് ജീലാനി തങ്ങൾ, ഏറ്റവും വലിയ തങ്ങന്മാരുടെ നേതാവായ തങ്ങളാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അൽ ഗൗസുൽ അഅ്സം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ, സയ്യിദവർ തായും ബാവയുമാണോവർ, ഔലിയാക്കളുടെ ചക്രവർത്തിയാണ് ഷെയ്ഖ്